എൻ്റെ പേര് ടീന പ്രദീപ് എന്ന്. ഞാൻ കർണാടകയിൽ മംഗലാപുരത്ത് നിന്ന് വരുന്നു. മംഗലാപുരത്ത് അഡോളെ, നെല്ലിയാടിയിൽ അഡോളയിൽ സെൻറ്റ് മേരീസ് അഡോളെ ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് എൻ്റെ കൊച്ചിന് കിട്ടിയ ഒരു രോഗസൗഖ്യം പറയാൻ വേണ്ടിയാണ് ഇന്ന് ഈ ആൾത്താരെ, പരിശുദ്ധമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട് ഈ ആൾത്താരെ വന്ന് നിൽക്കുന്നത്. എൻ്റെ മൂത്ത മോനാണ് ഇത്, ആസ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ട്. അവനൊരു പെട്ടെന്ന് ഒരു ദിവസം ഒരു പനി വന്നായിരുന്നു. പനി വന്ന് ആദ്യം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ചെറിയ പനിയാണ്, നോർമലേ ഉള്ളൂ, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ആൻറ്റിബയോട്ടിക് വന്നു, അങ്ങനെ തിരിച്ചു വന്നു. അത് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞ് കുറവുണ്ടായിരുന്നു. അത് 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഇവന് ഇതുപോലെ പനി വന്നു. പനി വന്നപ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിൽ വീണ്ടും പോയപ്പോൾ അവർ പറയുന്നു അത് ടൈഫോയിഡിൻ്റെ ആരംഭം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഇവിടെ പറ്റിയല്ല, നിങ്ങൾ നാളെ പീഡിയാട്രിഷനെ കൊണ്ടുപോയി കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അവിടുന്ന് തിരിച്ചു വന്നു. ആ രാത്രിയിൽ കൊച്ച് ബെഡിൽ കിടന്ന് ഫുള്ള് അവനെന്തോ ഒരുമാതിരി പിടിച്ച് പിടിക്കുമായിരുന്നു. നമുക്കറിയില്ല പനി കൂടിയിട്ട് ഇങ്ങനെ ആയതാണ്. പക്ഷേങ്കിൽ പനി കൂടി അവൻ്റെ തലയുടെ ഞരമ്പുകളെല്ലാം ഇങ്ങനെ പൊട്ടിയ പോലെ ആയിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ പീഡിയാട്രിഷനെ കൊണ്ട് കാണിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് ഇങ്ങനെ ആയിട്ടുണ്ട് കൊച്ചിന് അവനിപ്പോൾ തന്നെ കോമയിലാണുള്ളത്, അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവൻ തന്നെ മൂത്രം ഒഴിക്കുന്ന അവനൊന്നും മിണ്ടുന്നില്ല, ഒന്നുമില്ല, തന്നെത്താനെ മൂത്രമൊക്കെ തന്നെ അങ്ങ് പോവുക. അപ്പോൾ എന്നാടാന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നുമില്ല, ഒന്നുമില്ല. അപ്പം നമ്മൾ അവിടുന്ന് പെട്ടെന്ന് മംഗലാപുരത്ത് കേസകടെ കൊണ്ടുപോവുകയാണ്. അവിടെ ആശുപത്രി കൊണ്ടുപോയി കഴിയുമ്പോൾ ഡോക്ടർമാർ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അയ്യോ ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കൊച്ച് അങ്ങോട്ടുമല്ല ഇങ്ങോട്ടുമല്ല, 50% നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ, തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ എന്നിട്ട് സ്വാതിറാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൻ ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ പെട്ടെന്ന് വെന്റിലേറ്റർ സപ്പോർട്ടോടുകൂടി എന്നെ വെന്റിലേറ്റർ ഇട്ടു. 21 ദിവസം വെന്റിലേറ്ററിലുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരോടും കരഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥന സഹായം ഇട്ടു. അത് കഴിഞ്ഞപ്പം പറഞ്ഞു കൃപാസനം പോയി ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമൊന്നും അതങ്ങനെ ഇത്രയാക്കി എടുത്തില്ല. ഞാൻ അവിടെ നിന്ന് തന്നെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 16 2024 സെപ്റ്റംബർ 16 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിനകത്ത് അങ്ങനെ ഇങ്ങനെ അവരെല്ലാ ടെസ്റ്റുകളും ചെയ്യുന്നു. ടെസ്റ്റിനകത്തൊന്നും ഇവനൊരു കുഴപ്പമില്ല, ഒന്നുമില്ല. കൊച്ചി ഈ മരുന്നുകളോടൊന്നും പ്രതികരിക്കുന്നില്ല, ഇങ്ങനെ വെന്റിലേറ്റർ സപ്പോർട്ടോടെ ഇങ്ങനെ കിടക്കുക. അത് കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് സെപ്റ്റംബർ 25 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ആദ്യത്തെ എൻ്റെ നിയോഗം എഴുതിയിട്ടത് എൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം രോഗസൗഖ്യത്തിന് വേണ്ടി എഴുതിയിട്ടു. ഞാനൊരു ബുധനാഴ്ച ഇവിടെ വന്നു. ഞാൻ ജോസഫ് അച്ഛനെ വന്ന് കണ്ടായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട്. പ്രാർത്ഥിച്ചു. ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ആ ഫോട്ടോ കാണിച്ചു ഈശോയുടെ അടുത്ത് വെച്ച് എന്നെ കൊണ്ട് അച്ഛൻ ചെന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടുന്ന് വെഞ്ചിരിച്ച ഉടമ്പടി തൈലവും അതും എണ്ണയെല്ലാം കിട്ടിയായിരുന്നു. ഞാനത് ബുധനാഴ്ച വ്യാഴാഴ്ചയും കഴിഞ്ഞ് വെള്ളിയാഴ്ച അവിടെ ചെന്ന് കൊച്ചിൻ്റെ അടുത്ത് പോയി അവനെ തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാശ് അവൻ്റെ ബെഡിൻ്റെ സൈഡിൽ കെട്ടിയിട്ടു. അപ്പം ഡോക്ടർമാർക്ക് പിന്നെ ഇവനിങ്ങനെ ചെറുതായിട്ടൊരു മാറ്റം അനക്കമൊക്കെ വെച്ച് തുടങ്ങി. അപ്പം ഞാൻ ഞായറാഴ്ച ഈ 2:30 ഞാൻ ഇന്ന് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും ഇവൻ്റെ അടുത്തിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ, ഞാൻ അമ്മയുടെ അടുത്ത് വന്നാൽ എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം, ഒരു ചെറിയ മാറ്റം എൻ്റെ കുഞ്ഞിനുണ്ടെന്നൊന്ന് കാണിച്ചു തരണേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം അന്നൊന്നും ഒരു കുഴപ്പമില്ല. അവൻ അന്നും അങ്ങനെ തന്നെ കിടക്കുക. പിറ്റേ ദിവസം ശനിയാഴ്ചയും പോയി പള്ളിയിൽ പോയി കുംസാരിച്ചു, കുർബാന സ്വീകരിച്ചു. അത് കഴിഞ്ഞ് ഞായറാഴ്ച അച്ഛനോടൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച രാവിലെ എന്നോട് ചേട്ടായി വിളിച്ച് പറയുക, എന്നോടല്ല, എനിക്ക് ഇവൻ്റെ സ്കൂളിൽ നിന്ന് ഇവൻ്റെ മാമാണ് വിളിച്ച് പറഞ്ഞത് കൊച്ചിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അവൻ അങ്ങനെ തന്നെ കിടക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ ആ മാം പറഞ്ഞു അയ്യോ അവൻ കണ്ണ് തുറന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് പള്ളിയിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്ന് ചേട്ടന്മാരൊക്കെ ഉണ്ട്, അവരുടെ കൂടെ ഞാൻ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് കൊച്ച് കണ്ണ് തുറന്ന് എന്തെങ്കിലും നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്യും. ഇല്ലെങ്കിൽ അവൻ എന്ത് മിണ്ടിയാലും ഓരോ അനക്കമില്ല, ഇങ്ങനെ അങ്ങ് കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ റെസ്പോണ്ട് ചെയ്തു. കുറച്ച് ദിവസം അവൻ ആ വെന്റിലേറ്ററിൽ കിടന്നുള്ളൂ. പിന്നെ പെട്ടെന്ന് അവർ പറഞ്ഞു ചെറുതായതുകൊണ്ട് 7 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവന് ഒത്തിരി നാൾ ഓക്സിജൻ മൂക്കിൽ കൂടെ കൊടുത്തെങ്കിൽ ഈ തൊണ്ടയിൽ ഇത് ഒന്ന് ചെയ്യാൻ, പിന്നെ അവൻ്റെ സൗണ്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു ട്രക്കിയോസ്റ്റമി ട്യൂബ് ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ തൊണ്ടയിൽ കൂടെ ഈ ട്രക്കിയോസ്റ്റമി ട്യൂബ് പോലെ ഇട്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ഇനി കുഴപ്പമൊന്നും ഇല്ലയെന്നും പറഞ്ഞ് ആ ട്യൂബുകളെല്ലാം അടപ്പിച്ചു, എല്ലാം ചെയ്തു. അങ്ങനെ സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ 1st വീക്കോടുകൂടി ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് ഒരു 2-3 ദിവസം അവർ പറഞ്ഞു ഒരു ഒബ്സർവേഷന് വേണ്ടി വാർഡിൽ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഒബ്സർവേഷന് വേണ്ടി 2-3 ദിവസം ഒന്ന് വാർഡിൽ കടന്നു കഴിഞ്ഞപ്പോൾ അവന് പിന്നെ ഒരു ചെറുതായിട്ടൊരു പനി വന്നെന്ന് പറഞ്ഞാൽ അതവൻ ഈ നട്ടലിൻ്റെ ഇവിടെ അവർ ഈ MRI സ്കാനും അത് ഇത് ചെയ്തുകൊണ്ട് അവൻ്റെ ഈ എല്ലിൻ്റെ ഈ സൈഡിൽ നിന്നൊരു പഴുപ്പ് പോലെ വന്നായിരുന്നു. അപ്പോഴും ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു.
അവൻ്റെ ഉടമ്പടി തൈലം എല്ലാം തൂത്തു. ഉപ്പ് കൊടുക്കാൻ പറ്റില്ല. എന്നാന്ന് പറഞ്ഞാൽ അവൻ അന്നേരം വായിക്കൂടെ ഒന്നും കൊടുക്കുന്നില്ലായിരുന്നു. പിന്നെയാണ് ഈ വായിക്കൂടെ കൊടുക്കാൻ തുടങ്ങിയത് അവനെ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ തൈലം തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൻ പിന്നെ ആ റിപ്പോർട്ട്സ് വന്നത് അതിനകത്തൊന്നും അവനൊരു കുഴപ്പമില്ല. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് അവനൊരു കുഴപ്പമില്ല, ഒന്നുമില്ല. നിങ്ങൾ അവർ ഡോക്ടർ ലാസ്റ്റ് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ ലോബോ ഡോക്ടർ ഞങ്ങളോട് പറയുക, കൊച്ചിന് എന്ത് വന്നെന്ന് ഞങ്ങൾക്കറിയില്ല, അവൻ എന്നാ പറ്റിയെന്ന് അറിയത്തില്ല, അവൻ എങ്ങനെ റിക്കവറായി ഇത്ര പെട്ടെന്ന് പോയി. ഇവനെപ്പോലെ അവിടെ വന്ന വേറെ പിള്ളേരൊക്കെ ഒരു കൊച്ച് 1 മാസത്തോളം വെന്റിലേറ്റർ ഒരു അനക്കവും ഇല്ലാണ്ട് കിടന്നെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവൻ എത്രയോ പെട്ടെന്ന് ചാടി വെച്ചു. പക്ഷേ ഇവനോട് പിന്നെ നമ്മൾ റിക്കവറായി വന്നു കഴിഞ്ഞപ്പം ചോദിച്ചു കൊച്ചിന് എന്നാ ആയിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, മമ്മി നമ്മുടെ അവിടെ എൻ്റെ ചേച്ചിയുടെ വീട്ടിലിങ്ങനെ ഒരു മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്, കുഞ്ഞൊരു രൂപം. അപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി ആ അമ്മ എൻ്റെ അടുത്ത് വന്നായിരുന്നു, എന്നെ ഇങ്ങനെ തൊട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അമ്മ വന്ന് എന്നെ ഇങ്ങനെ തൊട്ടിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഏത് അമ്മയാണ് വന്നേന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ദേ ആ കളറിലുള്ള ആ അമ്മ എൻ്റെ അടുത്ത് വന്നായിരുന്നു മമ്മി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇപ്പം അവനൊരു കുഴപ്പമില്ല, ഒന്നുമില്ല. ദൈവത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും തിരുകുമാരൻ്റെയും കാരുണ്യം കൊണ്ട് അവനൊരു കുഴപ്പമില്ലാണ്ട് ഇപ്പം. പിന്നെ ഡോക്ടർമാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവനിനിയിപ്പോൾ ചിലപ്പോൾ ഓർമ്മകളൊന്നും നിൽക്കത്തില്ലായിരിക്കും, അവൻ എന്നാ പറഞ്ഞതെന്ന് അവൻ അറിയത്തില്ലാന്ന്. അത് കഴിഞ്ഞപ്പം റിക്കവറായി വന്നു കഴിഞ്ഞപ്പം ഡോക്ടർമാർ തന്നെ അവനെ കൊണ്ട് പേരൊക്കെ എഴുതിപ്പിച്ച് ചോദിച്ചു എത്രാം ക്ലാസ്സിലാണെന്ന് ചോദിച്ചു. അതെല്ലാം പറഞ്ഞു. അവൻ്റെ ടീച്ചേഴ്സ്മാരും അവൻ്റെ സ്കൂളിലെ ഫാദറൊക്കെ അവനെ കാണാൻ വന്നു. ആ സമയത്തൊക്കെ എല്ലാവരും ഡോക്ടർമാർ പറഞ്ഞു, അവനൊന്നും ഓർമ്മ കാണില്ല കേട്ടോ എന്ന് പറഞ്ഞു, പഴയതൊന്നും ഓർമ്മ കാണത്തില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മാതാവിൻ്റെ കൃപ കൊണ്ട് അവന് ഒരു കുഴപ്പമില്ലാണ്ട് അവൻ്റെ കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി. പിന്നെ അവർ പറഞ്ഞു, പെട്ടെന്ന് സ്കൂളിലൊന്നും വിടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പിന്നെ ഒരു ടെൻഷനായിരുന്നു. അത് കഴിഞ്ഞപ്പം പിന്നെ പഠിച്ചതെല്ലാം മറന്നു കാണുമെന്ന് ചോദിച്ചു. മറന്നു പോയി കാണുമെന്ന് അവർ പറഞ്ഞു. നമ്മളപ്പം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ സ്കൂളിൽ വിടാൻ തുടങ്ങി. ഡിസംബർ ലാസ്റ്റ്, ജനുവരി 1 സ്കൂളിൽ വിടാൻ തുടങ്ങി. അവൻ സ്കൂളിൽ പോയി ഇപ്പം 2 ജയിച്ചു, 3 കയറി. അവന് യാതൊരു പ്രശ്നങ്ങളാട്ടെ ഒന്നുമില്ല. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചപ്പുറം ഒരു അനാഥ മന്ദിരമുണ്ട്, അവിടെ പോവും, അവർക്ക് ഫുഡ് കൊടുക്കുമോ, പിന്നെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുപോയി കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പത്രം ഞാൻ അപ്പം എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഇവനെ ഇങ്ങനെ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് വന്നതിന് ശേഷം എൻ്റെ പത്രങ്ങളെല്ലാം കൊടുത്തു തീർത്തു. അത് കഴിഞ്ഞ് പിന്നെ പത്രം എല്ലാം കൊടുത്തു തീർത്തു. ആത്മീയമായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ കൊന്ത ചൊല്ലാറില്ല, ജസ്റ്റ് പ്രാർത്ഥിക്കുക, 1/2 മണിക്കൂർ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ ഡെയിലി കൊന്ത ചൊല്ലാൻ തുടങ്ങി. പിന്നെ 1/2 മണിക്കൂറുള്ള ബൈബിൾ വായന അതുകൊണ്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. ഇത്രയെല്ലാം ചെയ്തു തന്ന ഈശോയ്ക്കും തിരുകുമാരനും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു.